എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം, എന്നാലേ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇത് 30 വർഷം പഴക്കമുള്ള കെൽവിനേറ്ററിൻ്റെ ഒരു ഫ്രിഡ്ജാണ്. ഈ ഫ്രിഡ്ജ് ഇപ്പോൾ തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായ അവസ്ഥയൊന്ന് നോക്കി. ഇതിൻ്റെ ഫ്രീസർ മൊത്തം ഐസാണ്. 2 ദിവസം കൊണ്ട് ഫ്രീസറിൻ്റെ ഉള്ളിൽ ഫുൾ ഐസ് പിടിച്ചിരിക്കുകയാണ്. കണ്ടില്ലേ? എന്താണ് ഇങ്ങനെ ഐസ് പിടിക്കാൻ കാരണം? ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരു സെൻസർ ഇരിപ്പുണ്ട്, അതുകൂടാതെ ഒരു തെർമോസ്റ്റാറ്റ് ഇരിപ്പുണ്ട്. ഇതിനെന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുമ്പോൾ തെർമോസ്റ്റാറ്റിൻ്റെ ഉള്ളിലെ കോണ്ടാക്റ്റുകൾ വിട്ടുമാറാതെ വരുമ്പോൾ കംപ്രസർ 24 അവേഴ്സിലോട്ട് റണ്ണിങ്ങിലോട്ട് പോകും. അന്നേരം ഇതുപോലെ ഐസ് പിടിക്കും. അത് കാരണത്താൽ എനർജി ലോസ് ആവും, ഇലക്ട്രിസിറ്റി ബില്ല് ഇൻക്രീസ് ആവും. കണ്ടില്ലേ? ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ ഐസുകൾ പിടിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ടെക്നീഷ്യനെ വിളിച്ച് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് സെൻസറും തെർമോസ്റ്റാറ്റും റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ 24 അവേഴ്സ് കംപ്രസർ റണ്ണിങ്ങിലോട്ട് പോകും. റണ്ണിങ്ങിൽ പോകുമ്പോൾ ഫ്രീസറിനുള്ളിൽ മൊത്തം ഐസ് പിടിക്കും. ഐസ് പിടിച്ച് കഴിയുമ്പോൾ എനർജി ലോസ് ആവും, ഇലക്ട്രിസിറ്റി ബില്ല് ഇൻക്രീസ് ആവും. ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിനുള്ളിൽ ഐസുകൾ പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ തെർമോസ്റ്റാറ്റും സെൻസറും ഒക്കെ റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ കംപ്രസർ 24 അവേഴ്സ് റണ്ണിങ്ങിലോട്ട് പോകും. കംപ്രസർ 24 അവേഴ്സ് റണ്ണിങ്ങിൽ പോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇൻക്രീസ് ആവും. കണ്ടില്ല, ഒരുപാട് ഐസാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും കമൻറ്റും ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾ കിട്ടാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.